Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കറ്റാർവാഴ കൊണ്ട് എണ്ണ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കറ്റാർവാഴയുടെ കൂടെ ഒരു ചെറിയ ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം, ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട. കറ്റാർവാഴ മാത്രമായിട്ട് തന്നെ ചെയ്താലും മതി. ഞാൻ അതിൻ്റെ കൂടെ ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് വരുന്ന വഴിയെ കാണാം. അപ്പം ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ലെങ്കിൽ കൂടിയും കുഴപ്പമൊന്നുമില്ല, കറ്റാർവാഴ മാത്രം മതി. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഒരു 100 ml വെളിച്ചെണ്ണയിൽ ഒരു ഡെമോ പോലെ കാണിച്ചു തരണം. കാരണം അതിനകത്ത് ഒത്തിരിയും പേര് ഡൗട്ട് ചോദിച്ചിരുന്നു എണ്ണ പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട്, അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു സിംഗിൾ ലീഫ്, അതായത് നല്ല അത്യാവശ്യം പരുവായ നോക്കി ഒരു സിംഗിൾ ലീഫിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് തന്നെ നമ്മളിപ്പോൾ മൊത്തം എടുക്കുന്നില്ല. അപ്പം നമുക്ക് വേണ്ടുന്ന ഒരു സിംഗിൾ ലീഫാണ്. അതിനുശേഷം ഈ ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്നത് ബ്രഹ്മിയാണ്. ബ്രഹ്മി ഇതാണ് ബ്രഹ്മി പരിചയമില്ലാത്തവർക്ക് ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. ഇതാണ് ബ്രഹ്മി. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് ലീവ്സ് ആണ് നമുക്ക് ഇനി ഈ ഓയിലിനായിട്ട് വേണ്ടുന്നത്. അപ്പോൾ 2 ഈക്വൽ എമൗണ്ട് ആയിട്ട് വേണ്ട. ആലുവേര എത്ര എടുക്കുന്നോ അതിൻ്റെ തൊട്ട് പകുതി മതി ഇതിൻ്റെ എമൗണ്ട്. പിന്നെ കറ്റാർവാഴ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതിനകത്ത് ഈ മഞ്ഞ ലിക്വിഡ് നല്ലതുപോലെ പോകണം. അപ്പോൾ ഒന്നെങ്കിൽ ഇത് കുറേ നേരം ഇങ്ങനെ കുത്തിച്ചാരി വെക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ അതുപോലെ തന്നെ കുറേ നേരത്തേന് വെള്ളത്തിലിട്ട് വെക്കുകയും കൂടെ ചെയ്യുക. അപ്പം എന്താ ഈ മഞ്ഞ ലിക്വിഡ് ഇത് അത്ര നല്ലതല്ല. നമ്മൾ നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 ml ഓയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു 100 ml വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ ഈ അരിച്ചു വെച്ചേക്കുന്നത് മിക്സ് ചെയ്യാം. ഇതുപോലെ ഒരു പാത്രം, അതായത് നമ്മുടെ എണ്ണ തിളയ്ക്കാൻ തക്ക ഒരു പാത്രം നല്ലതുപോലെ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തീ നല്ലതുപോലെ കുറച്ചിടണം. എന്നിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് നമ്മൾ തീ കൂട്ടിയിട്ടെന്ന് പറയുന്നത്. പയ്യെ അതിലെ വെള്ളമെല്ലാം പറ്റണം. നമ്മളിങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പതയുന്നതായിട്ട് തോന്നും, അതൊന്നും കാര്യമാക്കണ്ട. പക്ഷെ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കുന്ന കാര്യം വിട്ടുപോവുകയേ ചെയ്യരുത്. ഇനിയിപ്പോൾ എണ്ണ നല്ലതുപോലെ ഇങ്ങനെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതായത് കുറച്ച് നേരം കൂടെ കിടന്നാൽ മതി. കണ്ടോ, ആ എണ്ണ കണ്ടോ, പതയൊക്കെ മാറി എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു തുടങ്ങി. അപ്പം നമ്മളുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ എണ്ണ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു നിറത്തിലായിരിക്കും നമ്മളുടെ എണ്ണ ഇരിക്കുക. നല്ല പച്ച നിറമല്ല, ഒരു ചെറിയ മഞ്ഞ നിറമാണ്. കാരണം കറ്റാർവാഴയും ബ്രഹ്മിയും കൂടി ചേർത്തല്ലേ, അപ്പോൾ ചെറിയൊരു മഞ്ഞ നിറമായിട്ടായിരിക്കും നമ്മളുടെ എണ്ണ ഇരിക്കുക. വാഴ ഉപയോഗിച്ച് നമ്മൾ എണ്ണ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടിയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറ്റാർവാഴ നമ്മൾ മുറിച്ചെടുക്കുമ്പോഴേ കണ്ടില്ലേ ഇതുപോലെ ഒരു മഞ്ഞ ലാറ്റക്സ് വരും. അത് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. അത് വളരെയായിട്ട് ദോഷം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത് പോകാനായിട്ട് ഒന്നെങ്കിൽ ഇതുപോലെ പറിച്ച് കുറേ നേരത്തേക്ക് വെച്ചേക്കുക, അതങ്ങ് പൊക്കോളും. അതല്ലെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് മുറിച്ച് വെള്ളത്തിലിട്ട് വെക്കുക. കറ്റാർവാഴ ഇട്ട് എണ്ണ കച്ചുമ്പോൾ എണ്ണ കൊഴുത്തു പോകുന്നതായിട്ട് തോന്നും. അതായത് മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മുടി ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതായിട്ട് തോന്നും. എണ്ണ കൊഴുക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ജെല്ല് മാത്രം എടുത്തേ എന്ത് ചെയ്യാവൂ, എണ്ണ കാച്ചാവൂ. ഡയറക്റ്റായിട്ട് അതിനെ മുറിച്ച് എണ്ണയിലേക്ക് ഇട്ടിങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന രീതി ചെയ്യരുത് ഒരിക്കലും. നമ്മൾ ഇതിനെ അരച്ച്, അതായത് ആ ജെൽ പോർഷൻ മാത്രം അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വെള്ളം ചേർക്കാതെ അരച്ച് പിഴിഞ്ഞ്, അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ലേ അതുപോലെ ചെയ്യുക. പിഴിഞ്ഞ് അത് എത്രമാത്രം നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ നമുക്ക് അത് കിട്ടുന്നു, അപ്പോൾ ആ ജെൽ പോർഷൻ കിട്ടുന്നു, അത്രയും എണ്ണ. അപ്പോൾ ഞാനിവിടെ ഒരു 100 ml മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ, ഒരു ഡെമോ പോലെ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അത്രയും എണ്ണയും കൂടെ ഒഴിച്ച് അതേ പരുവത്തിന് തന്നെ മറ്റേ നമ്മൾ എടുക്കുന്ന അരപ്പൂടെ അത് എന്താ പറയുക നല്ലതുപോലെ ഫിൽറ്റർ ചെയ്ത് എടുത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ വേണം എണ്ണ കാച്ചിയെടുക്കാൻ. അതുപോലെ തന്നെ എണ്ണ കൊഴുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്, എണ്ണ പാകമാകുന്നതിന് മുമ്പേ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ എണ്ണ കൊഴുത്തു തന്നെ ഇരിക്കും കേട്ടോ.
പാകമായി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കണ്ടോ, ഈ കൊഴുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് പാകമാവും തോറും തെളിഞ്ഞ് വരും. അതായത് നമ്മളകത്തുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് നല്ല മൊരിഞ്ഞ് കക്കനെന്ന് പറയും, കക്കൻ അടിഞ്ഞ് അടിയിൽ വരും. എണ്ണ നല്ലതുപോലെ ഇതുപോലെ തെളിഞ്ഞ് വരും. ഇതാണ് അതിന്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഈ സമയത്താണ് നമ്മൾ എണ്ണ വാങ്ങി വെക്കേണ്ടത്. കറ്റാർവാഴ ഇൻഗ്രീഡിയൻ്റ് അല്ലാത്ത വേറെ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ 1-2 തവണ തേക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും ചെയ്യില്ല. ഉറങ്ങുന്നതിന് മുൻപേ നല്ലതുപോലെ ഇത് തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പേ ഇത് മസാജ് ചെയ്തെടുക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതൊരിക്കലും ദോഷം ചെയ്യുന്നതെന്നല്ല. കാരണം കറ്റാർവാഴ നമുക്ക് എല്ലാവർക്കും അറിയാലേ, മുടിക്കായാലും സ്കിന്നിനായാലും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ എണ്ണ പ്രിപ്പയർ ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിൽ, അതായത് നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്, അതുകൊണ്ട് തന്നെ സൗണ്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ കൊറോണ ആയിട്ട് എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.